തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. അവിടെ ഒരു 26-കാരന്റെ മരണം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഈ യുവാവ് മരണപ്പെടുന്നതാകട്ടെ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതായി ആരോപിക്കപ്പെട്ട് ചികിത്സയിലിരിക്കുകയാണ്. ഇതാണ് ജനരോഷമുയരാനുള്ള പ്രധാന കാരണം. ആ മരണം ഒരു കസ്റ്റഡി മരണമാണോ അതോ യുവാവിന്റെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ നീക്കങ്ങൾ സംശയ നിഴലിലാണിപ്പോൾ. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു 26-കാരനായ ആകാശ് ഡെലിസൺ എന്ന യുവാവ്. മാർച്ച് 6-നായിരുന്നു 37-40 വയസ്സുള്ള ജയകുമാർ അഴകൻ എന്നവരെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആക്രമിച്ചു എന്ന പരാതിയുടെ പുറത്ത് പോലീസ് ആകാശിനെയും അയാളുടെ സുഹൃത്തായ ഗുണയെയും അറസ്റ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ മനാമദുരൈ സ്വദേശികളാണ് ആകാശും ഗുണയും. ആക്രമിക്കപ്പെട്ട അഴകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 324, 396B, 118, 109, 351 എന്നിവ പ്രകാരമായിരുന്നു മനാമദുരൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനു പുറമെ തന്നെ ആകാശ് ഡെലിസൺ എന്ന 26-കാരൻ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും 1985-ലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം 3 കേസുകളും ഒരു കൊലപാതക ശ്രമ കേസും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നും പോലീസ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു. പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതിനൊക്കെ ശേഷമാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ആകാശിനെ പിന്നീട് അവന്റെ വീട്ടുകാർ കാണുന്നത് മരണത്തോട് മല്ലടിക്കുന്ന നിലയിൽ മനാമദുരൈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലായിരുന്നു. തങ്ങളുടെ മകന് എന്ത് സംഭവിച്ചു എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് പോലീസ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന ആകാശ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആകാശിനെ അന്വേഷിച്ച് പോലീസ് ഇൻസ്പെക്ടറും സംഘവും പോയപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന ആകാശ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. ഇതേ തുടർന്ന് അവന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് ആകാശിനെ മധുരയിലെ ഗവൺമെന്റ് രാജാജി ആശുപത്രിയിലെ കുറ്റവാളികളുടെ വാർഡിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ആ യുവാവ് മരിക്കുകയുമായിരുന്നു. ആകാശിന് ഒന്നിലധികം ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഫാറ്റ് എംബോളിസം മൂലമാകാം മരണമെന്നുമായിരുന്നു GRH വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ആകാശിന്റെ മരണത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ സംഭവത്തിനെതിരെ തമിഴ്നാട്ടിൽ ഉയർന്നു തുടങ്ങി. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ആകാശ് മരിച്ചതെന്നാരോപിച്ച് കുടുംബാംഗങ്ങളും ബന്ധുക്കളും മൃതദേഹം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും മനാമദുരൈ ബസ് സ്റ്റാൻഡിന് സമീപം മധുര ഹൈവേയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ഇപ്പോഴും അവിടെ സംശയമായി നിലനിൽക്കുന്നത് പോലീസ് നൽകിയ വിശദീകരണമാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു യുവാവ് വെറും ഒരു ആക്രമണത്തിന്റെ പേരിലെടുത്ത കേസിൽ ഭയന്ന് എന്തിന് രക്ഷപ്പെടണമെന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. സംഭവത്തിൽ തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. மதுரையில் போய் பார்த்தபோது அவன் சொல்லியிருக்கிறான், என் உடம்பிலிருந்து ரத்தத்தை எடுத்தார்கள், சாதியை சொல்லி அடித்தார்கள், நீ இந்த சாதியில் பிறந்துவிட்டு மேல் சாதி இளைஞனை தாக்கக்கூடிய அளவுக்கு உனக்கு தைரியம் வந்து விட்டதா என்றெல்லாம் கேட்டடித்தார்கள் என்று தன் தந்தையிடம் அந்த இளைஞன் சொன்னதாக உயிரிழந்த அந்த இளைஞனின் தந்தை என்னிடத்திலே கூறினார். கதறி அழுதார். காவல்துறையின் கட்டுப்பாட்டில் இருக்கிற போது அவன் மருத்துவமனைக்கு செல்ல நேர்ந்தது ஏன், உயிரிழக்க நேர்ந்தது ஏன் என்கிற கேள்வி எழுவது இயல்புதான். ഒരു കേസുമായി ബന്ധപ്പെട്ട് മകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് ആകാശിന്റെ അച്ഛൻ രാജേഷ് കണ്ണനും അമ്മ ആനന്ദിനെയും വ്യക്തമാക്കി. നിങ്ങളുടെ മകനെ പിടികൂടിയാൽ ഞങ്ങൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ആ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ നീക്കങ്ങളിൽ സംശയമുണ്ടാകുന്നത് ഈ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുമ്പോഴാണ്. എന്തായാലും ആ ചെറുപ്പക്കാരന്റെ മരണത്തിലെ സത്യാവസ്ഥ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.